ഇതാണ് ഹീമാന്റെ ആദ്യത്തെ മലയാളം ഡബിങ്. ആദ്യമായി മലയാളം ഡബിങ് ചെയ്തത് അത് ദൂരദർശൻ ചാനലായിരുന്നു. ഇതാണ് സൂര്യ TV ഡബിങ്. നമ്മൾ കൊച്ചു ടിവിയിൽ കണ്ടിട്ടുള്ളതും ഈ ഒരു സെയിം ഡബിങ് ആണ്. കാരണം നമുക്കറിയാം രണ്ട് ചാനലും സെയിം കമ്പനിയാണ്. ഹീമാന്റെ ഏറ്റവും പോപ്പുലറായ ഏറ്റവും ഫാൻ ബേസ് ഉള്ള ശബ്ദം അത് ഈ ഒരു ശബ്ദമായിരിക്കും. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയ നിലവിലെ ഏറ്റവും ട്രെൻഡിങ് ആയ ഹീമാൻ സിനിമയുടെ ശബ്ദം, നമ്മുടെ ഉണ്ണി മുകുന്ദന്റെ ശബ്ദം. നമ്മൾ ആ ഒരു റീലിന്റെ കമന്റ് ബോക്സ് നോക്കിയാൽ പോസിറ്റീവ് റെസ്പോൺസ് വരുന്നുണ്ടെങ്കിലും ഒരുപാട് നെഗറ്റീവ് റെസ്പോൺസും വരുന്നുണ്ട്. മൊത്തത്തിൽ ഒരു മിക്സഡ് റെസ്പോൺസ് ആണ്. പലരും പറയുന്നത് ഒറിജിനലിന്റെ അത്ര എത്തുന്നില്ല, ഒറിജിനലിനെ വെട്ടാൻ കഴിയില്ല എന്നാണ്. എന്നാൽ ഇത് ശരിയാണോ എന്നറിയാൻ നമുക്ക് ഫൈനലായി മറ്റൊരു കമ്പാരിസൺ കൂടി ചെയ്ത് നോക്കാം. അതിനു മുമ്പ് നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഹീമാനെ ഡബ് ചെയ്യാൻ എങ്ങനെ ഉണ്ണി മുകുന്ദൻ സെലക്ട് ആയി? സോണി പിക്ചേഴ്സ്, MGM പോലുള്ള ഹോളിവുഡിലെ തന്നെ വലിയ കമ്പനീസുമായി ഡബിംഗ് കൊളാബറേഷൻ ചെയ്യുന്ന മലയാളത്തിലെ തന്നെ ആദ്യത്തെ നടൻ അത് നമ്മുടെ ഉണ്ണി മുകുന്ദനാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, അടുത്ത കാലത്ത് ഒരുപാട് ഹോളിവുഡ് സിനിമകൾ വന്നു. എന്നാൽ ഇതൊന്നും മലയാള നടന്മാരെ യൂസ് ചെയ്തു അങ്ങനെ ഒരു സ്പെഷ്യൽ ഡബിങ് ചെയ്തിട്ടില്ല. എന്നാൽ നമ്മൾ ഹിന്ദി, തമിഴ്, തെലുങ്കെല്ലാം നോക്കിയാൽ അവിടെ പല ഹോളിവുഡ് സിനിമകളും നടന്മാരാണ് ഡബ് ചെയ്യുന്നത്. ഇതുപോലെ ഇവിടെ നമ്മുടെ മമ്മൂക്ക, ലാലേട്ടൻ ഇവരൊന്നും ഡബ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ ഡബ് ചെയ്യുന്നു. ഇതെന്തുകൊണ്ടെന്നാൽ മലയാളത്തിൽ മാർക്കറ്റിംഗ് കുറവാണ്. നടന്മാരല്ലാതെ ഒരു ഹോളിവുഡ് സിനിമ നോർമലായി ഡബ് ചെയ്തു എന്ന് കരുതുക. ഇതിന് ഹിന്ദി, തമിഴ്, തെലുങ്ക് ഇവിടെയെല്ലാം നല്ല ഓഡിയൻസ് ഉണ്ട്. പക്ഷെ മലയാളത്തിൽ അത് കുറവാണ്. നമ്മളെപ്പോഴും ഒറിജിനൽ ഇംഗ്ലീഷ് ഡബിംഗ് ആണ് കാണുക. പക്ഷെ മലയാളം ഡബിങ്ങിന് TV-യിൽ നല്ലൊരു ഓഡിയൻസ് ഉണ്ട്, OTT-യിലും കുഴപ്പമില്ല. പക്ഷെ തിയേറ്ററിൽ ഓഡിയൻസ് ഇല്ല. ഇപ്പോൾ വലിയ സ്റ്റുഡിയോസ് മലയാളത്തിൽ ഇനി നടന്മാരെ വെച്ചും ഡബ് ചെയ്ത് പരീക്ഷിക്കാൻ പോവുകയാണ്. ഉണ്ണി മുകുന്ദൻ എങ്ങനെ സെലക്ട് ആയെന്നാൽ അവരാദ്യം നോക്കുന്നത് ഈ ഒരു ക്യാരക്ടറുമായി നടന്മാർ ഏതെങ്കിലും വിധത്തിൽ മാച്ച് ആവുന്നുണ്ടോ എന്നാണ്. നമ്മൾ ഉണ്ണി മുകുന്ദന്റെ കാര്യം നോക്കിയാൽ ഹീമാൻ ക്യാരക്ടറിന്റെ ബോഡി ടൈപ്പുമായി ഉണ്ണി മുകുന്ദന് വലിയൊരു സിമിലാരിറ്റി ഉണ്ട്. ഇതുപോലെ ഉണ്ണി മുകുന്ദൻ ചെറുപ്പം മുതലേ ഹീമാന്റെ വലിയൊരു ഫാനാണ്. ഇതുപോലെ നമ്മൾ പറഞ്ഞിരുന്നു ലയൺ കിങ്ങിന് തമിഴിൽ ഡബ് ചെയ്തത് നമ്മുടെ അർജുൻ ദാസ് ആയിരുന്നു. അതായത് ആ ഒരു മുഫാസ ക്യാരക്ടറിന്. മുഫാസ ഒരു പവർഫുൾ ആയ ലയൺ ക്യാരക്ടറാണ്. അപ്പോൾ അർജുൻ ദാസിന്റെ വോയിസ് കൂടി ചേർന്നാൽ അതൊരു പെർഫെക്റ്റ് മാച്ചിങ് ആവുമെന്ന് അവർ കരുതി. ഇതുപോലെ ഹിന്ദിയിൽ മുഫാസ ക്യാരക്ടറിന് ഷാരൂഖ് ഖാൻ, സിംബ ക്യാരക്ടറിന് ആര്യൻ ഖാൻ. സിനിമയിൽ മുഫാസയും സിംബയും ഒരു ഡാഡിയും മോനുമാണ്. അപ്പോൾ സൂപ്പർ സ്റ്റാർസ് ആയിട്ടുള്ള റിയൽ ലൈഫ് ഡാഡിയും മോനും തന്നെ ഡബ് ചെയ്യുമ്പോൾ ഇതൊരു പ്രത്യേക മാർക്കറ്റിംഗ് കൊടുക്കും. ഇതുപോലെ ഹിന്ദിയിൽ സ്പൈഡർമാൻ ക്യാരക്ടറിനെ ഡബ് ചെയ്തത് നമ്മുടെ ടൈഗർ ഷെറൂഫാണ്. ടൈഗർ ഷെറൂഫിന്റെ കാര്യം നമുക്കറിയാം, ഫുള്ളി ഒരു എയർ സ്റ്റണ്ടിങ് ചെയ്യുന്ന നടനാണ്. മൊത്തത്തിൽ എയറിലാണ്. അതായത് ഒരു യങ് ആയ ആക്ഷൻ ഹീറോ ഇമേജ് ആണ് നമ്മുടെ ടൈഗർ ഷെറൂഫിനുള്ളത്. ഇതുപോലെ സ്പൈഡർമാന്റെ വലിയൊരു ഫാനാണ്. നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്, സ്പൈഡർമാനായി അഭിനയിക്കാൻ ടൈഗർ ഷെറൂഫ് ഓഡീഷൻ അയച്ചു കൊടുത്തിരുന്നു. സ്പൈഡർമാൻ ചെയ്യുന്ന സ്റ്റണ്ടുകൾ VFX ഇല്ലാതെ ഞാൻ ചെയ്യാം, ഇതുവഴി VFX-ന്റെ പണം ലാഭിക്കാം എന്ന് വരെ പറഞ്ഞതാണ്. പക്ഷെ എന്തുകൊണ്ടോ ടൈഗർ ഷെറൂഫിനെ അവർ സെലക്ട് ചെയ്തില്ല. പിന്നീട് ഡബ് ചെയ്യാൻ ടൈഗർ ഷെറൂഫിന് ഒരു ചാൻസ് കിട്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇവരിങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെറിയ കണക്ഷൻസ് നോക്കാറുണ്ട്. കമ്പനീസ് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നടന്മാര് ഡബ് ചെയ്യുന്നത് കൊണ്ട് ഒരു എക്സ്ട്രാ ഓഡിയൻസ് തിയേറ്ററിൽ കയറുന്നുണ്ടോ, ഒരു പ്രത്യേക ഹൈപ്പ് വരുന്നുണ്ടോ എന്നാണ്. നമ്മൾ ഹീമാന്റെ മലയാളത്തിലെ കാര്യം നോക്കിയാൽ നിലവിൽ ഹൈപ്പ് വന്നിട്ടുണ്ട്. പക്ഷെ മലയാളം ഡബിങ് ഓഡിയൻസ് തിയേറ്ററിൽ കാണുമോ എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയണം. ചിലപ്പോൾ ഉണ്ണി മുകുന്ദൻ ഉള്ളത് കൊണ്ട് ഇത്തവണ ഒരു മാറ്റം വന്നെന്നും വരാം. നമ്മൾ ഈ ഒരു സിനിമയുടെ മലയാളം ഡബിങ് നന്നായി അവോയ്ഡ് ചെയ്ത് വിട്ടാൽ പിന്നീട് ഫ്യൂച്ചറിൽ നടന്മാരെ വെച്ച് മലയാളം ഡബിങ് ചെയ്യുന്നത് വളരെ റയർ ആയിരിക്കും. ഇനി മലയാളം ഡബിങ് നല്ലതുപോലെ ഹിറ്റായി എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചറിൽ മലയാള നടന്മാരെ വെച്ച് നമുക്ക് പല വെറൈറ്റി ആയ ഡബിങ് കാണും. ചിലപ്പോൾ ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും ഡബിങ് കൊളാബറേഷൻ വരെ ഉണ്ടായിരുന്നു വരാം. ഇനി നമ്മൾ ഈ ഒരു ഡബിങ്ങിന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്ന് നോക്കിയാൽ നമ്മൾ ഈ കാണുന്നത് ഒരു റോ ഡബിങ് ഫുട്ടേജ് ആണ്. ഇതൊരു ഫൈനൽ ഔട്ട്പുട്ട് അല്ല. ഇതിന് സിനിമയിലേക്ക് വരുമ്പോൾ BGM, സൗണ്ട് മിക്സിങ് ഇതെല്ലാം കൂടി ചേർന്ന് അത് വളരെ ബെറ്റർ ആയിരിക്കും. ട്രെയിലർ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അത്യാവശ്യം മികച്ചൊരു ഡബിങ് ആണ്. എനിക്കറിയാം നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് ഓർമ്മയില്ല. പക്ഷെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ പഴയത് തന്നെ ബെറ്ററായി ഫീൽ ചെയ്യും. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മളത് ചെറുപ്പം മുതലേ കാണുന്നതാണ്. നമ്മുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആണ്. നൊസ്റ്റാൾജിയ എന്ന ഒരു സ്പെഷ്യൽ പവർ കൂടി അവിടെ വരുന്നുണ്ട്. അങ്ങനെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൂടി ഉള്ളത് കൊണ്ട് അതിനെ ബീറ്റ് ചെയ്യുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. അത്ഭുതകരമായ ചില ശക്തികൾ എനിക്കുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി. എന്നാൽ പക്ഷെ അല്ലാതെ നോക്കിയാൽ ഇതും ഒരു മികച്ച ഡബിങ് തന്നെയാണ്. കുടുംബത്തെ നശിപ്പിച്ചു. ഇനി ഹീമാന്റെ ഒറിജിനൽ ശബ്ദം, അതായത് ഒറിജിനൽ ഡബിങ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. അതും നമുക്ക് വെറുതെ നോക്കാം.
ഇതുപോലെ ഹീമാന്റെ ഒരു ലേഡി വെർഷൻ ഉണ്ട്. ഇത് പലർക്കും അറിയില്ല, കാരണം കൊച്ചു ടിവിയിലോ സൂര്യ ടിവിയിലോ ഈ ഒരു കാർട്ടൂൺ വന്നിട്ടില്ല. അതാണ് ഷീറ. ഹീമാന്റെ ഒരു ട്വിൻ സിസ്റ്റർ ആണ് ഷീറ. രണ്ട് കാർട്ടൂണിന്റെയും ഓപ്പണിംഗ് ഏകദേശം സെയിം ആണ്. ഹീമാന് വരയമ്പുലിയാണെങ്കിൽ ഷീറയ്ക്ക് ഒരു കുതിരയാണുള്ളത്. ഇതുപോലെ ഷീറയുടെ ഫ്രണ്ട്സ് ഹീമാന്റെ ഫ്രണ്ട്സിനെ പോലെ തന്നെ ഇരിക്കും. രണ്ടുപേരുടെയും വെപ്പൺ ഈ ഒരു വാള് തന്നെയാണ്. നമ്മൾ എന്തുകൊണ്ട് കൊച്ചു ടിവിയിൽ ഷീറയെ കണ്ടില്ലെന്ന് ചോദിച്ചാൽ, നമ്മൾ കൊച്ചു ടിവിയിലും സൂര്യ ടിവിയിലും കണ്ടിട്ടുള്ളത് ഹീമാന്റെ ഏറ്റവും ആദ്യം പുറത്തിറങ്ങിയ ഹീമാൻ ആൻഡ് ദി മാസ്റ്റർ ഓഫ് ദി യൂണിവേഴ്സ് എന്ന ഈ ഒരു കാർട്ടൂണാണ്. ഇത് 83 പുറത്തിറങ്ങി. ഇതിൽ പ്രിൻസ് ആഡം, അതായത് നമ്മുടെ ഹീമാന്റെ സ്റ്റോറിയാണ് കാണിക്കുന്നത്. പിന്നീട് 85 ഹീമാൻ ആൻഡ് ഷീറ എന്ന കാർട്ടൂൺ വന്നു. ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഹീമാനും ഷീറയും ട്വിൻ ബേബീസ് ആയിരുന്നു. ഇവർ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഹോർഡാക്ക് എന്നൊരുത്തൻ ഷീറയെ തട്ടിക്കൊണ്ടുപോയി. ഈ ഹോർഡാക്ക് ആരാണെന്ന് വെച്ചാൽ നമ്മൾ ഹീമാൻ കാർട്ടൂണിൽ കണ്ടിട്ടുള്ള ആ ഒരു സ്കെൽട്ടൺ വില്ലന്റെ ആശാനാണ്. പണ്ട് ആശാനും ശിഷ്യനും ഒരുമിച്ചായിരുന്നു. പിന്നീട് ഇവർ തമ്മിൽ പിരിഞ്ഞു. ശിഷ്യൻ ഒറ്റയ്ക്ക് വർക്ക് ചെയ്തു തുടങ്ങി. ഇതിൽ ആരാണ് പവർഫുൾ എന്ന് ചോദിച്ചാൽ, ഇവര് രണ്ടുപേരും ഇടിയായാൽ അവിടെ സ്കെൽട്ടൺ ജയിക്കാനാണ് ചാൻസ്. സ്കെൽട്ടൺ വളരെ പവർഫുൾ ആണ്, ഒരു ഐക്കോണിക് വില്ലനാണ്, അതും ഹീമാന്റെ വില്ലനാണ്. പക്ഷെ ഹോർഡാക്കിന് വലിയൊരു ആർമിയുണ്ട്, ഒരു ഗ്യാങ്ങുമായിട്ടാണ് വരാറ്, ഒരു പവർഫുൾ ആയ കമാൻഡറാണ്. അപ്പോൾ രണ്ടുപേരും ഇനി ഗ്യാങ് വാർ നടത്തിയാൽ ഈ സ്കെൽട്ടന്റെ ആർമിയേക്കാൾ വലുതാണ് നമ്മുടെ ഹോർഡാക്കിന്റെ ആർമി. ഇതുകൊണ്ട് തന്നെ സ്കെൽട്ടൻ തോക്കാൻ ചാൻസ് ഉണ്ട്. ഹോർഡാക്ക് ഷീറയുടെ വില്ലനാണ്. ഇനി ഹീമാനാണോ ഷീറയാണോ ആരാണ് പവർഫുൾ എന്ന് ചോദിച്ചാൽ, ഹീമാന് വളരെ ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ട്, ഷീറയ്ക്കുള്ളത് മാജിക്കൽ സ്ട്രെങ്ത് ആണ്. രണ്ടുപേരും കൂടി ഇടിയായാൽ ചിലപ്പോൾ ഡ്രോ ആയെന്ന് വരാം. കാരണം രണ്ടുപേർക്കും പവർ വരുന്നത് സെയിം ഗ്രേസ്കൽ കോട്ടയിൽ നിന്ന് തന്നെയാണ്. ചിലപ്പോൾ ഹീമാൻ ജയിച്ചെന്നും വരാം. ഹീമാൻ ഒരുപാട് ബാറ്റിൽ എക്സ്പീരിയൻസ് ഉണ്ട്. സ്കെൽട്ടൻ പോലുള്ള പവർഫുൾ വില്ലനെ ഹീമാൻ തന്നെയാണ് ഡിഫീറ്റ് ചെയ്യുന്നത്. പക്ഷെ പിന്നീട് ഒരു എപ്പിസോഡിൽ ഇവരിങ്ങനെ കാണിച്ചു, അതായത് ഷീറ സ്കെൽട്ടനുമായി ഫൈറ്റ് ചെയ്യുന്നു. സ്കെൽട്ടന് പിന്നീട് മനസ്സിലാവുന്നു ഇത് ഹീമാന്റെ അനിയത്തിയാണ്, അനിയത്തിക്കും ഹീമാന്റെ പോലെ പവർ ഉണ്ടെന്ന്. സ്കെൽട്ടൻ ഹീമാനെ കൊണ്ട് തന്നെ ഭ്രാന്ത് കയറിയിരിക്കുകയായിരുന്നു. ഇതുപോലെ ഇപ്പോൾ മറ്റൊരെണ്ണം കൂടി വന്നെന്ന് കരുതി സ്കെൽട്ടൻ അവിടെ നിന്ന് ഓടുകയാണ് ചെയ്തത്. അപ്പോൾ ഫാൻസിന് കൺഫ്യൂസ് ആയി ആരാണ് കൂടുതൽ പവർഫുൾ എന്നുള്ളത്. ഇതിന് കറക്റ്റായ ഒരു ആൻസർ റൈറ്റേഴ്സ് തന്നെ പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞിട്ടുള്ളത് ഹീമാൻ അല്പം കൂടി ഫൈറ്റ് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നീട് ഷീറ കാർട്ടൂണിന്റെ റീബൂട്ട് 2018 വന്നു. ഇതും വലിയൊരു വിജയം നേടി. പുതിയൊരു അനിമേഷൻ സ്റ്റൈലായിരുന്നു. പിന്നീട് 2021 ഹീമാൻ കാർട്ടൂണിന്റെ റീബൂട്ടും വന്നു. ഇതും വിജയമായിരുന്നെങ്കിലും ഒരു മിക്സഡ് റെസ്പോൺസ് ആയിരുന്നു. പഴയ ഫാൻസിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇതിൽ ചെറിയ ചില ചേഞ്ചസ് ഉണ്ടായിരുന്നു. അതായത് പവർ കിട്ടുന്നതിന് മുമ്പ് ഹീമാൻ മെലിഞ്ഞൊരു ക്യാരക്ടറാണ്, പിന്നീട് പവർഫുൾ ആയി വരുന്നു. അങ്ങനെ ഈ ഒരു കാർട്ടൂണിന് ഒരു മിക്സഡ് റെസ്പോൺസ് കിട്ടി. പിന്നീട് നിലവിൽ സിനിമ വരും. ഇതിനു മുമ്പും ഒരു സിനിമ വന്നിട്ടുണ്ട്. ഫേമസ് ആക്ടർ ആയിട്ടുള്ള ഡോൾഫ് ലണ്ട്ഗ്രെൻ അഭിനയിച്ച 87 പുറത്തിറങ്ങിയ മാസ്റ്റർ ഓഫ് ദ യൂണിവേഴ്സ് എന്ന സിനിമ. ഇതൊരു ഫ്ലോപ്പ് ആയിരുന്നു. പിന്നീട് ഒരു മികച്ച ക്ലാസിക്കായി മാറി. നമുക്ക് തന്നെ അറിയാം, അന്ന് ടെക്നോളജി എല്ലാം വളരെ വീക്കായിരുന്നു. എന്നാൽ ഇന്ന് അതുപോലെയല്ല. മോഡേൺ ടെക്നോളജി യൂസ് ചെയ്ത് നമ്മൾ കാർട്ടൂണിൽ എന്താണോ കണ്ടത് അതെല്ലാം ലൈവ് ആക്ഷൻ ആയി ക്രിയേറ്റ് ചെയ്യുക. മാത്രമല്ല ഈ ഒരു സിനിമ ഒരു ബിഗ് ബഡ്ജറ്റിലാണ് വരുന്നത്, ഏകദേശം 1700 കോടി. ഇതുപോലെ നമ്മൾ കാസ്റ്റിംഗ് നോക്കിയാൽ ഇതും അത്യാവശ്യം കുഴപ്പമില്ല. സിനിമ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കാം.